എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണവും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പാർട്ടിയിലെത്തിച്ച വിഷയങ്ങളും അടക്കം കത്തി നിൽക്കെ പത്തനംതിട്ട CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പ്രതിനിധി സമ്മേളനം കോന്നിയിൽ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിവിധ ജാഥകൾ സ്വീകരണം ഏറ്റുവാങ്ങി സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിവിധ ജാഥകൾ കോന്നി KSRTC ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ സംഗമിച്ചു. തുടർന്ന് പതാക ഉയർത്തലോടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. 3 ദിവസത്തെ സമ്മേളനത്തിൽ 263 പ്രതിനിധികൾ പങ്കെടുക്കും. വിവിധ സമ്മേളനങ്ങളിൽ ഉയർന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറയുമ്പോഴും വിഭാഗീയത ശക്തമാണ്. ഒരാളുടെ അഭിപ്രായം തന്നെ ആവണമെന്നില്ലല്ലോ, എല്ലാവരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ. കമ്മിറ്റികളിലും പറയട്ടെ എല്ലാ കമ്മിറ്റികളിലും പാർട്ടിയിലും എല്ലാം ഈ സമ്മേളനം ചേരുന്നതിനാണല്ലോ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ. വഞ്ചിയൂരിൽ പൊതുവഴി അടച്ച് സ്റ്റേജ് കെട്ടി വിവാദത്തിൽപ്പെട്ട പാർട്ടി പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലും അത് ആവർത്തിക്കുകയാണ്. കോന്നിയിൽ നടപ്പാതകൾ കയ്യേറി പരസ്യ ബോർഡുകളും കൊടിതോരണങ്ങളും കെട്ടി വീണ്ടും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ പാർട്ടി പ്രവേശനവും സമ്മേളനത്തിൽ ചർച്ചയാകും. റോഡിൽ നിന്നൊക്കെ മാറ്റിയ കടക്കാരോടൊക്കെ ചോദിച്ചിട്ടാ വെച്ചേക്കുന്നത്. അല്ല, റോഡിലേക്ക് കുറച്ച് തള്ളി നിപ്പുണ്ട്, അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള കടക്കാരോട് ചോദിച്ചു, കടക്കാരുടെ സമൂഹത്തോടെ വെച്ചേക്കുന്നത്. റോഡിന്റെ കടയുടെ വസ്തുവിന്റെ ഉടമസ്ഥരോട് ചോദിച്ചിട്ടാ വെച്ചേക്കുന്നത്. സമ്മേളനം വലിയ അന്തർനാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. തോമസ് ഐസക്കിന്റെ തോൽവിയും ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലെ വിഭാഗീയതയും ചർച്ചയിൽ വരും. ഏരിയ സമ്മേളനങ്ങളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങൾ ജില്ലാ സമ്മേളനത്തിലും തുടരാനാണ് സാധ്യത. 3 തവണ തുടർച്ചയായി ജില്ലാ സെക്രട്ടറിയായ KP ഉദയഭാനു ഈ സമ്മേളനത്തോടെ ഒഴിയും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PB ഹർഷകുമാർ, രാജു എബ്രഹാം, TD ബൈജു, സനൽകുമാർ എന്നിവരുടെ പേരുകളാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഞായറാഴ്ച പൊതുചർച്ച തുടരും. തിങ്കളാഴ്ച രാവിലെ ഭാരവാഹികളെയും ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുക്കും. 5-ന് ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.